ഏടത്തി പോവാൻ നോക്കേടത്തി. ഭൈരവിയമ്മ വന്നിട്ട് പോവാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. പോകുന്നതും പോകാതിരിക്കുന്നതും ഒക്കെ അവരവരുടെ ഇഷ്ടം. പിന്നെ ഭൈരവിയമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ കാരണമാണെന്നൊന്നും പറഞ്ഞേക്കരുത്. അത്രേ ഉള്ളൂ. ഗൗതം, എനിക്ക് പോയേ പറ്റൂ. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ട്. എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനും വരാം. നമുക്ക് കാറിൽ പോയിട്ട് വേഗം വരാം. അയ്യോ, അത് വേണ്ട, അത് ശരിയാവില്ല. ആ, അതെന്താ ശരിയാവത്തത്? എന്താ ശരിയാവാത്തതെന്ന് നിനക്കറിയില്ലേ? ഭൈരവിയമ്മ ഇവിടെ വരുമ്പോ ഒന്നാമത് നിന്റെ ഭാര്യ ഇവിടെ ഉണ്ടാവില്ല. നീ കൂടെ ഇവിടെ ഇല്ലാതിരുന്നാലോ? എടാ മോനെ, നിധി പോകുന്നെങ്കിൽ പോയിട്ട് വരട്ടെ. മോളെ വേഗം വരണേ. നീ ഇവിടെ തന്നെ നിൽക്കുക ഗൗതം, അതാ നല്ലത്. ഞാൻ തനിച്ചു പോയിട്ട് വന്നോളാം. അമ്മ, ഞാൻ പോയിട്ട് വരാമേ. ഗൗതം, വൈദ്യൻ കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല്. ഭൈരവിയമ്മ ഇവിടെ വരുമ്പോ നിധി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നിന്റെ ഈ അസാന്നിധ്യം പോലും ഞാൻ നിനക്കെതിരെയുള്ള ആയുധമാക്കും നിധി. സിസ്റ്റർ, ഈ ഒബ്സർവേഷൻ ദയാപ്രത. എന്താ മാഡം, എന്താ ഉണ്ടായത്? നിർമ്മല രാവിലെ ഡ്യൂട്ടിക്ക് കയറിയതായിരുന്നു. പിന്നെ ഇന്ദിരാമ്മ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ക്ലാസ് റൂമിൽ ബോധമില്ലാതെ കിടക്കുന്നതാ. അപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബോധം കെട്ട് വീഴാൻ വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായത്? ഇത് വെറും ഒരു ബോധം കെടലൊന്നും അല്ല ടീച്ചറെ.